2025 വളരെയധികം വാർത്താ പ്രാധാന്യത്തോടെ കേട്ട ഒരു വാർത്തയാണ് സൗദി അറേബ്യയിൽ കഫാല സിസ്റ്റം നിരോധിച്ചു എന്നത്. എന്താണ് കഫാല സിസ്റ്റം എന്നും എന്താണ് ഇത് നിരോധിച്ചതിലൂടെ സൗദി അറേബ്യയ്ക്കുണ്ടായ മാറ്റമെന്നും നമുക്ക് പരിശോധിക്കാം. കഫാല സിസ്റ്റം എന്നത് ഒരു സ്പോൺസർഷിപ്പ് സിസ്റ്റമാണ്. അതായത് സൗദി അറേബ്യയിൽ തൊഴിൽ തേടിയെത്തുന്ന വ്യക്തികൾ ഒരു തൊഴിൽദാതാവിൻ്റെ അണ്ടറിൽ സ്പോൺസർഷിപ്പ് എടുക്കണം. ഈ ഒരു വ്യവസ്ഥിതിക്ക് പറയുന്ന പേരാണ് കഫാല സിസ്റ്റം എന്നത്. അതായത് ഒരു തൊഴിലുടമയുടെ അണ്ടറിൽ സ്പോൺസർഷിപ്പ് ഇല്ലാതെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് കഫാല സിസ്റ്റത്തിൻ്റെ പ്രസക്തി. സൗദി അറേബ്യയിലെ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട തൊഴിലുകൾക്കും ഇതര ജോലികൾക്കുമായി വളരെയധികം പ്രവാസികൾ സൗദി അറേബ്യയിൽ എത്തിച്ചേരുന്നുണ്ട്. ഇവരെ നിയന്ത്രിക്കുന്നതിനായി തൊഴിൽ ഉടമയ്ക്ക് നൽകിയിരുന്ന ഒരു പ്രത്യേക അധികാരമായിരുന്നു കഫാല സിസ്റ്റം എന്നത്. കഫീൽ എന്ന പദത്തിനർത്ഥം തൊഴിലുടമ എന്നാണ്. അതായത് സൗദിയിൽ ജോലി ചെയ്യാൻ പോകുന്ന ഏതൊരു വ്യക്തിയും കഫീലിൽ നിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങണം. എങ്കിൽ മാത്രമേ അയാൾക്ക് വിസ, വർക്ക് പെർമിറ്റ്, അതുപോലെ ഇഖാമ എന്നറിയപ്പെടുന്ന താമസ അനുവാദ പത്രം എന്നിവയ്ക്ക് അർഹതയുണ്ടാവുകയുള്ളൂ. കഫാല സിസ്റ്റം നിലനിന്നിരുന്ന സമയത്ത് തൊഴിലാളികൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അവർക്കൊരു ജോലി മാറ്റത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് NOC ലഭിക്കണമെങ്കിലൊക്കെ കഫാല സിസ്റ്റം, അതായത് സ്പോൺസറുടെ അനുമതിക്കായി കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു. അതുപോലെ സൗദി അറേബ്യ വിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അവിടെ എക്സിറ്റ് വിസ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കഫാല സിസ്റ്റത്തിൻ്റെ ഭാഗമായി സ്പോൺസറും തൊഴിലാളിയും തമ്മിലുള്ള ആ ഒരു അധികാര വ്യവസ്ഥിതിയിൽ അസന്തുലിതാവസ്ഥയുണ്ടായിരുന്നു. കൂടുതലായും തൊഴിൽദാതാവിൽ അല്ലെങ്കിൽ തൊഴിൽദാതാവിൻ്റെ നിയന്ത്രണത്തിൽ ആയിരുന്നു കൂടുതൽ അധികാരമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളിക്ക് പരിമിതമായ അധികാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാസ്പോർട്ട് പിടിച്ചു വെക്കുക, അതുപോലെ തന്നെ ശമ്പളത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, അതുപോലെ ജോലി നഷ്ടപ്പെടാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക മുതലായ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പം തൊഴിലാളികൾക്ക് പൊതുവെ അവർക്ക് വളരെയധികം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പോരായ്മയായിട്ട് എടുത്തു കാണാവുന്നത്. കഫാല സിസ്റ്റം എടുത്തു മാറ്റുന്നതിലൂടെ അവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എണ്ണ ഇതര വരുമാനങ്ങൾ അല്ലെങ്കിൽ എണ്ണ ഇതര മേഖലകളിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കുക എന്ന ഉദ്ദേശം സൗദി അറേബ്യയ്ക്കുണ്ട്. അതിൻ്റെ ഭാഗമായി വ്യത്യസ്തരായ തൊഴിലാളികളെ ആകർഷിക്കുവാനും അവരുടെ തൊഴിലുകൾ വളരെയധികം സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് അവർക്ക് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലോട്ട് പോകുവാനും കൂടുതൽ കഴിവുള്ള ആളുകൾ സൗദി അറേബ്യയിലേക്ക് എത്തുവാനും. കാരണം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് വളരെയധികം നിയന്ത്രിതമായ ഒരു തൊഴിൽ സാഹചര്യമായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന, വളരെയധികം സാധ്യത നൽകുന്ന ഒരു തൊഴിൽ സംസ്കാരം രൂപപ്പെടുത്തുക എന്ന് പറയുന്ന പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായാണ് സൗദി അറേബ്യയുടെ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ തന്ത്രപ്രധാനമായ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. പ്രധാനമായും എണ്ണയുടെ അല്ലെങ്കിൽ എണ്ണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായത്തിൽ ആയിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നെങ്കിലും മാറുന്ന കാലത്തിനനുസരിച്ച് വ്യത്യസ്തമായ മേഖലകളിലേക്ക് മുന്നേറാൻ അവർക്ക് വളരെയധികം തൊഴിലാളികൾ, പല മേഖലകളിൽ നൈപുണ്യമുള്ള പല പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള പ്രൊഫഷണൽസിനെ ആകർഷിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നടപ്പിലാക്കേണ്ടതിനാണ് സൗദി പ്രധാനമായും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. വളരെയധികം ഫ്ലെക്സിബിളും അതുപോലെ തന്നെ ലിബറലുമായിട്ടുള്ള നിയമം സ്ഥാപിക്കുക എന്നതിലൂടെ കൂടുതൽ തൊഴിലാളികളെ സൗദി അറേബ്യയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. കഫാല സിസ്റ്റം നിരോധിച്ചതിലൂടെ തന്നെ തൊഴിലാളികൾക്ക് അവരുടെ ജോലി മാറാൻ വളരെയധികം എളുപ്പമാണ്. കാരണം ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ജോലി മാറുകയും അതുപോലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം സുതാര്യമാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ലേബർ കോസ്റ്റ് കുറയുമെന്നുള്ളതാണ്. കാരണം വളരെയധികം തൊഴിലാളികൾ പുതിയ നിയമത്തിൽ ആകൃഷ്ടരായി വരുന്നത് കൊണ്ട് തന്നെ വളരെയധികം തൊഴിലാളികളുടെ അവൈലബിലിറ്റി അവിടെ ഉണ്ടാകും. അതുമൂലം തന്നെ ബാർഗെയിൻ ചെയ്യാനും ലേബർ കോസ്റ്റ് വളരെയധികം ക്രമാതീതമായി കുറയ്ക്കാനും അതുവഴി കൂടുതൽ പ്രൊഡക്ഷൻ നേടുവാനും സൗദി അറേബ്യക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെയധികം എംപ്ലോയേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഗ്ലോബൽ ആക്സെപ്റ്റൻസ് സൗദി അറേബ്യക്ക് നേടാൻ സാധിക്കും. കൂടുതൽ തൊഴിലാളി സൗഹൃദമായി ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സമൂലമായ മാറ്റങ്ങൾക്ക് ചാലകശക്തിയായി മാറിയിട്ടുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അതുപോലെ തന്നെ തൊഴിലാളി ക്ഷേമ സംഘടനകളുടെയും അഹോരാത്രമായ പ്രവർത്തനങ്ങളിലൂടെയാണ്.
കഫാല നിയമ നിയന്ത്രണം പോലുള്ള സമൂലമായ മാറ്റങ്ങളിലൂടെ സാമൂഹികമായ ഉന്നമനം വളരെയധികം സാധ്യമാകും. ഇത് സമൂഹത്തിനും അതുപോലെ തന്നെ ലോകത്തിനും മുന്നിൽ മഹത്തായ ഒരു തൊഴിൽ സന്ദേശം പ്രചരിപ്പിക്കുക എന്നതിന് സൗദി അറേബ്യയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടായി മാറും. പുതിയ കഫാല സിസ്റ്റത്തിൻ്റെ നിയന്ത്രണത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ നിരോധനത്തിലൂടെ വളരെയധികം മാറ്റം സൗദി അറേബ്യയുടെ തൊഴിൽ സംസ്കാരത്തിലും അവരുടെ സാംസ്കാരിക മേഖലകളിലും കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാലഹരണപ്പെട്ട ഒരു പ്രാകൃതമായ നിയമം അല്ലെങ്കിൽ കുറച്ചൊരു അടിമത്തത്തിൻ്റെ സ്വഭാവമുള്ള ആ നിയമത്തെ എടുത്തു മാറ്റാൻ സാധിക്കുന്നതിലൂടെ വളരെ നീണ്ട കാലയളവിൽ തൊഴിലാളികൾ ജോലി ചെയ്യുവാനും അതുപോലെ തന്നെ തൊഴിലാളിക്കും തൊഴിൽദാതാവിനും ഉചിതമായ രീതിയിലുള്ള കരാറുകളിൽ ഏർപ്പെടാനും അതുപോലെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വളരെ ലഘുവായി ലഭിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് ജോലി മാറി മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ അവർക്ക് NOC ലഭിക്കുവാനും അതുപോലെ എക്സിറ്റ് വിസ ലഭിക്കാനുമൊക്കെ വളരെയധികം എളുപ്പമാകുന്നു എന്നുള്ളതാണ്. അതായത് പേപ്പർ വർക്കുകൾ കുറയുകയും തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യത ലഭിക്കുകയും അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യുന്നതിലൂടെ വളരെയധികം സുഖകരമായ രീതിയിലുള്ള തൊഴിൽ സാഹചര്യങ്ങൾ സൗദി അറേബ്യയിൽ രൂപപ്പെടും. മാന്യമായ ശമ്പളത്തോടെ ജോലി ചെയ്യാനും അതുപോലെ ഡിജിറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ് കോൺട്രാക്ട്സിൽ ഏർപ്പെടാനും തൊഴിലാളികൾക്ക് സാധിക്കുന്നതിലൂടെ പ്രാകൃത നിയമങ്ങൾക്ക് പകരമായി ആധുനികമായ നിയമങ്ങളും ആധുനികമായ ജോബ് കോൺട്രാക്ട്സും വളരെയധികം ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഏജൻസികളുടെ പല തട്ടിപ്പുകൾ, തൊഴിൽ മേഖലകളിൽ നടക്കുന്ന തട്ടിപ്പുകളെ നിയന്ത്രിക്കുവാനും അതുവഴി തൊഴിൽ രംഗത്തെ ചൂഷണങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നുണ്ട്. ഇതുമൂലം തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷിതത്വം, അതായത് മാനസികമായും അതുപോലെ തന്നെ അവരുടെ ജോബ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന കാര്യത്തിലാണെങ്കിലും വളരെയധികം മാറ്റം വരുത്താൻ സാധിക്കും. സ്വകാര്യ മേഖലകളിലൊക്കെ വളരെയധികം തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പുവരുത്തുക അതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നോക്കിക്കൊണ്ടുള്ള ഒരു നിയമമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും.